AD 26 തിബേറിയോസ് കൈസറിന്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ യഹൂദിയായിൽ പൊന്തിയോസ് പീലാത്തോസിന്റെ നാടുവാഴി ഭരണകാലത്ത് ഹെറോദേസിനെ യഹൂദിയായിൽ 1/4 അധിപനായും അവന്റെ സഹോദരൻ ഫിലിപ്പോസിനെ ഇത്തൂറിയ ത്രിക്കോനോ ദേശത്തിന്റെ അധിപനായും ലൂസീനിയായെ അബീലിയനിയിൽ 1/4 അധിപനായും ഹന്നായും കയ്യാഫായും മഹാപുരോഹിതരുമായിരിക്കുമ്പോൾ വിജനപ്രദേശത്തു വെച്ച് സഖറിയായുടെ പുത്രനായ യോഹന്നാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാന് ചുറ്റുമുള്ള സർവ്വഭൂമിയിലുമെത്തി പാപങ്ങളുടെ മോചനത്തിനായി അനുതാപത്തിന്റെ മാമോദീസയെ പ്രഘോഷിച്ചു. പീലാത്തോസിനെ സ്വീകരിക്കാൻ ഹെരോദോ രാജാവും റോമൻ പടത്തലവൻ ലൂസിയസും അവന്റെ സൈന്യവും മരുഭൂമിയിലൂടെ നീങ്ങവേ ഹെരോദ രാജാവ് പൊന്തിയോസ് പീലാത്തോസ്, ഹെരോദ രാജാ പൊന്തിയോസ് പീലാത്തോസ്. ലൂഷ്യസ് പ്രഭു, യഹൂദ്യ ദേശം വാഴും പൊന്തിയോസ് പീലാത്തോസ് നമ്മുടെ കൊട്ടാരത്തിലേക്ക് ആഗതനാകുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബലഹീനതകൾ? പറയൂ. മദ്യം അതോ? അറിയില്ല പ്രഭു. ലൂഷ്യസ് പ്രഭു, എന്താണ് അവിടെ ഒരു ജനക്കൂട്ടം? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പേ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിട്ട് കളയും. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നല്ല വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. വരുവിൻ, സ്നാനപ്പെടുവിൻ. നീ ആര്? എലീശയോ? അല്ല, ഞാൻ എലീശയല്ല. ലൂഷ്യസ്, കണ്ണുകളിൽ തീ, വാക്കുകളിൽ മൂർച്ച. ഇവനാണോ ക്രിസ്തു? അല്ല പ്രഭു, അവനാണ് യോഹന്നാൻ സ്നാപകൻ. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. നീ മിശിഹായാണോ? അല്ല, ഞാൻ മിശിഹ അല്ല. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയപ്പെടുന്നവന്റെ ശബ്ദമാണ്. എനിക്ക് പിന്നാലെ വരുന്നവനാണ് മിശിഹ. മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ മനുഷ്യപുത്രനായി ജന്മമെടുത്തവൻ ഇവനാണ് പ്രഭു. ഇവനെയാണ് വാഴ്ത്തേണ്ടത്. അരുത്, ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തെന്നാൽ ഇങ്ങനെ സർവനീതിയും നാം പൂർത്തിയാക്കേണ്ടതാകുന്നു. നമുക്ക് ഉചിതമതാണ്. യഹൂദിയയുടെ പുതിയ സ്ഥാനാപതി പൊന്തിയോസ് പീലാത്തോസിന് ഈ ഹെരോദ രാജാവിന്റെ ആശംസകൾ. യഹൂദിയയിലേക്ക് സ്വാഗതം. ലൂഷ്യസ് പ്രഭു, യഹൂദിയിലൊരിടത്തും സീസറിന്റെ പ്രതിമയോ ബിംബങ്ങളോ ചിഹ്നങ്ങളോ നാം കണ്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇവയൊന്നും ഇവിടെ സ്ഥാപിച്ചില്ല?
യൂതന്മാർക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അവരിത് അംഗീകരിക്കില്ല. ഓ, ഒരു ദൈവം! അവനാണോ വഴിമധ്യേ ഭ്രാന്തു പറഞ്ഞു നടക്കുന്ന ആ കള്ളപ്രവാചകൻ? ആരാണവൻ? നടുങ്ങുവിൻ പാപികളെ, ആ ദിവസം വരുന്നു. ദൈവം സോദോമും ഗോമോറയും നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിച്ചു കളയും. വിഗ്രഹാരാധികളെ, നിങ്ങൾ പിഴുതെറിയപ്പെടും. നിങ്ങളുടെ ധീരരായ പടയാളികളുടെ മേൽ വാൾ വീഴപ്പെടും. ശക്തരായ രാജാക്കന്മാരെയും രാജസിംഹാസനങ്ങളെയും തൂത്തെറിയാൻ ശക്തനായവൻ വരുന്നു. നിങ്ങൾ മോഷ്ടിച്ചും കൈയിട്ട് വാരിയും കരം പിരിച്ചും സ്വരുക്കൂട്ടുന്ന നിധികൾ ഉപയോഗശൂന്യമായി പോകും. അമ്പര ചുംബികളായ കൊട്ടാരങ്ങളും പട്ടണങ്ങളും ചവിട്ടി മെതിക്കപ്പെടും. അവന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നു. ഹേയ് മൂഢനായ മനുഷ്യ, വിഡ്ഢിത്തം പുലമ്പാതെ കടന്നു പോകൂ. ശലോമി, പാപത്തിന്റെ പുത്രി, എനിക്ക് പിന്നാലെ വരുന്നവന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. പോയി അവനെ കണ്ടെത്ത്. കൊട്ടാര മട്ടുപ്പാവിൽ നിന്നും താഴെ ഇറങ്ങി നിന്റെയും നിന്റെ മാതാവിന്റെയും പാപമോക്ഷത്തിനായി അവന്റെ കാൽക്കൽ വീണ് യാചിക്ക്. കൊട്ടാരവാദിക്കലും കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രഭാഷണങ്ങളോ? ആരാണവൻ? സ്നാപക യോഹന്നാൻ. അവൻ ഉപദ്രവകാരിയല്ല, ഒരു സാധു പ്രവാചകനാണ്. ഇവനോ പ്രവാചകൻ? അവനൊരു യാചകന്റെ ജീർണതയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അവനെ അവഗണിക്കുന്നതാണ് നല്ലത്. അവഗണിക്കാനോ? അങ്ങക്കെന്താ, അവന് ഭയമാണോ? ഈ വിഡ്ഢിയായ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഹേ ഭിക്ഷക്കാര, ഹേ പ്രാസംഗിക, അതെ നിന്നെ തന്നെ. ഇതാ നിനക്കുള്ള എന്റെ ഭിക്ഷ. മേലാൽ നിന്നെ രാജ്യത്തെങ്ങും കണ്ടുപോകരുത്. ആരെവിടെ? അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരിൻ. അവനെ പിടിച്ചുകെട്ടിൻ. നിർത്തിൻ, അവരെ തടയരുത്. സമാധാനം കൈവെടിയരുത്. ഞങ്ങൾക്കൊപ്പം വരിക. ഞാൻ വരാം, എന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എന്നാൽ എനിക്ക് പിന്നാലെ വരുന്നവൻ അതിശക്തനാണ്. അവനെ തടയാൻ നിങ്ങൾക്കാവില്ല. അത് ഞങ്ങൾ അന്ന് നോക്കിക്കൊള്ളാം. നടക്കിൻ. പറയൂ, എന്താണ് നിന്റെ ജോലി? എന്റെ ദൈവമായ കർത്താവിന്റെ ആജ്ഞ ഞാൻ അനുസരിക്കുന്നു. നിന്നെ കണ്ടിട്ട് നിന്റെ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ജീവിക്കുന്ന ഈ കപട ലോകത്തിൽ നിന്നും ഒരു പ്രതിഫലവും ഞാൻ ഇച്ഛിക്കുന്നില്ല. ശരിയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് കപട ലോകത്താണ്. നീ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ? ശലോമി, ഇവിടെ വരിക. ഈ മൃഗീയ മനുഷ്യൻ എന്നെ അവഹേളിച്ചു. അതിനു പകരമായി ഇവനെ തീക്കുണ്ടത്തിന് മുകളിലൂടെ നൃത്തമാടിക്കണം. ഇവനെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ. ഇവൻ പോകുന്നിടത്തേക്ക് എന്നെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇവന്റെ നാവ് പിഴുതു കളയണം. സ്ത്രീയെ, അശുദ്ധിയിൽ നിന്റെ പാനപാത്രം നിറച്ച് മതിയായില്ലേ നിനക്ക്? എന്റെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു? അഹങ്കാരി, എന്റെ മുമ്പിൽ മുട്ടുകുത്തി എന്റെ ദയക്കായി യാചിക്ക്. നീയോ സ്ത്രീ? ആരാണ് അസൂരിന്റെ നേതാവായി നിന്നെ തിരഞ്ഞെടുത്തത്? ഈജിപ്തിന്റെ യുവാക്കളെ നീയാണോ നേർവഴിക്ക് നയിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് അവന്റെ സഹോദരന്റെ കൂടെ കിടക്ക പങ്കിടാൻ ലജ്ജ തോന്നുന്നില്ലേ നിനക്ക്? നിന്റെ ഞരമ്പുകളിൽ ഓടുന്നത് രക്തമോ അതോ വിഷമോ? ഹെരോദ്യ, ഈ മനുഷ്യനെ നിങ്ങൾ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? എന്നെ ഇത്രമാത്രം അവഹേളിച്ചിട്ടും ഇയാളെ തൊടാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും അല്ലേ? കഷ്ടം. ഇവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് വേണ്ടത്. ലൂഷ്യസ്, ഇവനെ കൊണ്ടുപോയി തുറങ്കിൽ അടയ്ക്കൂ. കുറച്ചു നാളുകൾക്ക് ശേഷം ഹെരോദ രാജാവിൻ്റെ ജന്മദിനാഘോഷങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്നു.
യഹൂദിയുടെ അധിപൻ ഹെരോദോസ്, അങ്ങയ്ക്ക് യഹൂദിയുടെ സ്ഥാനപതി പൊന്തിയോസ് പീലാത്തോസ് ജന്മദിനാശംസകൾ നേരുന്നു. മഹാറാണി, ഈ സുദിനത്തിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ എന്ത് അത്ഭുതമാണ് നീ ഒരുക്കിയിട്ടുള്ളത്? അങ്ങയുടെ ജന്മദിനത്തിൽ അങ്ങയെ സന്തോഷിപ്പിക്കാനായി എൻ്റെ മകൾ ശലോമി ഇപ്പോൾ ഇവിടെ നൃത്തമാടും. ശലോമി, ഗംഭീരം തന്നെ. നൃത്തമാടൂ ശലോമി, നൃത്തമാടി നമ്മെ സന്തോഷിപ്പീൻ. നിന്റെ നൃത്തം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് ഈ സുദിനത്തിൽ നൽകും. ഈ രാജ്യത്തിന്റെ പകുതി പോലും. يقول انا اتغيرت عليه انا زعل اولع ما هو كل همه ازاي يرضيه يطبطب ودلع يقول انا اتغيرت عليه انا زعل اولع ما هو كل همه ازاي يرضيه قولوا له ده انا برضه ساعات في حالات مره زعل مره ഗംഭീരമായിരിക്കുന്നു ശലോമി, നീ നമ്മെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. മനോഹരം നിന്റെ നൃത്തം. നാം വാക്കുപാലിക്കുന്നു. ചോദിപ്പീൻ, പ്രതിഫലമായി നാം നിനക്ക് എന്ത് സമ്മാനം തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? നീ ചോദിക്കുന്നത് എന്തും നാം നിനക്ക് നൽകും. എന്റെ രാജ്യത്തിന്റെ പകുതി പോലും. ചോദിച്ചുകൊള്ളുക, ചോദിക്കുക ശലോമി. അങ്ങ് ഞാൻ ചോദിക്കുന്നത് എന്തും തരുമോ? നമുക്ക് വാക്ക് ഒന്നേ ഉള്ളൂ ശലോമി. എനിക്ക് ഒരു വെള്ളിത്തളികയിൽ. വെള്ളിത്തളികയിൽ രത്നങ്ങൾ അല്ല. പവിഴങ്ങളും നിധിശേഖരങ്ങളും അല്ല. എനിക്ക് ഒരു വെള്ളിത്തളികയിൽ സ്നാപക യോഹന്നാന്റെ ശിരസ് വേണം. ശലോമി, നിനക്ക് മറ്റൊന്നും ചോദിക്കാനില്ലേ? ഒരു പ്രവാചക ശ്രേഷ്ഠന്റെ ശിരസ് എന്തിനാണ് നിനക്കത്? കുമാരി, നീ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നുവോ? യോഹന്നാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. മാത്രവുമല്ല, നാം ഈ രാജ്യത്തെയും ഇവിടുത്തെ പ്രജകളെയും ഭയപ്പെടുന്നു. യോഹന്നാന്റെ ശിരസിന് പകരമായി നിനക്ക് നാം വിലപിടിപ്പുള്ള വജ്രങ്ങളും രത്നങ്ങളും നൽകാം. കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യങ്ങളായ നിധികൾ മുഴുവൻ തരാം.
അല്ലെങ്കിൽ എന്റെ രാജ്യം മുഴുവൻ നൽകാം. പക്ഷേ നീ ആ പ്രവാചക ശ്രേഷ്ഠന്റെ ശിരസ് അറുത്തു തരുവാൻ മാത്രം പറയരുത്. അങ്ങ് എന്താണ് ഒരു ഭീരുവിനെ പോലെ സംസാരിക്കുന്നത്? യഹൂദി ഭരിക്കുന്ന മഹാരാജാവ് അങ്ങ് ചെയ്ത സത്യത്തെയും ഈ മഹാസഭയെയും ഇത്ര വേഗം വിസ്മരിച്ചുവോ? വെട്ടുകിളിയും കാട്ടുതേനും ഭക്ഷിച്ച് മരുഭൂമിയിൽ കഴിയുന്ന ഒരു ഭ്രാന്തൻ, എന്നെ അധിക്ഷേപിച്ചവൻ, അങ്ങുമായുള്ള എൻ്റെ ബന്ധത്തെ എതിർത്ത് കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയതിന് കൽത്തുറങ്കിലടച്ച ഒരു കുറ്റവാളിയെ മഹാരാജാവ് ഇത്ര കണ്ട് ഭയന്നാലോ? ഇല്ല, ഇത് എന്നെയും ഈ പണ്ഡിത സമൂഹത്തെയും ഒരുപോലെ അധിക്ഷേപിച്ചതിന് തുല്യമാണ്. ഈ രാജാവിന്റെ വാക്കിന് വിലയില്ല എന്ന് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കണോ അങ്ങേക്ക്? ലൂഷ്യസ്, അവൾ ചോദിക്കുന്നത് എന്താണോ അത് നൽകി. പ്രഭു, അങ്ങ് ആരൊക്കെയോ ആണെന്ന് ജനങ്ങൾ പറയുന്നു. രാജാവും അത് തന്നെ പറയുന്നു. എന്നിട്ടും അങ്ങയുടെ ശിരസ്സറുത്ത് ഉടനെ തന്നെ കൊട്ടാരത്തിൽ എത്തിക്കണമെന്നാണ് രാജകൽപ്പന. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ തല ഛേദിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. അഭിസാരികയ്ക്കും നർത്തകിക്കും സമ്മാനം പ്രവാചകന്റെ തല. കൊള്ളാം. കുലം മുടിക്കാൻ പിറന്ന സർപ്പസന്തതിക്ക് വെട്ടിയെടുത്ത് തളികയിലാക്കി കൊണ്ടുപോയി കാഴ്ചവെപ്പിൻ. അന്ന് നീ ആക്ഷേപിച്ച നാവ് കൊണ്ട് ഇന്ന് നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ? കേൾക്കട്ടെ നിന്റെ ഉപദേശം. തന്റെ ഇടമുള്ള സ്ത്രീകളോട് അനാവശ്യമായി ഇടപെട്ടാൽ ഇതായിരിക്കും അനുഭവമെന്ന് അറിഞ്ഞുകൊള്ളുക. അട്ടഹസിക്കുന്നോ അഹങ്കാരി? കേട്ടുകൊള്ളുക. ഈ ലോകത്തിന്റെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും വെള്ളത്തിലെ കുമിളകൾ പോലെ പോയി മറയും. പാപത്തിന് പ്രേരണ നൽകിയ നിന്റെ ശരീരം കുഷ്ഠം വ്യാപിച്ച് വ്രണങ്ങൾ നിറഞ്ഞതാകും. രാജാവേ, നിന്റെ സിംഹാസനം ഇളകുന്നു. നർത്തകി, നിന്റെ ആശകൾ കതിരറ്റുപോകും. നന്മ ചെയ്ത് മുന്നേറുക മർത്യ, നന്മ ചെയ്ത് മുന്നേറുക മർത്യ, നന്മ ചെയ്ത് മുന്നേറുക മർത്യ.